നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ്. മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയുക എന്നുള്ളത് കേരളത്തിന്റെ നിരന്തരമായിട്ടുള്ള ആവശ്യമാണ്. എന്നാൽ ഈ ആവശ്യത്തെ നിരന്തരമായി എതിർത്തുകൊണ്ടാണ് തമിഴ്നാട് നിലകൊള്ളുന്നത്. രണ്ടാമത്, പുതിയ ഡാം പണിയണം എന്ന നിർദ്ദേശം നമ്മൾ കോടതിയിലും മറ്റും പോയി കഴിഞ്ഞാൽ തന്നെ കേരളം പരാജയപ്പെടുന്നതിന് കാരണം നമ്മുടെ ആവശ്യത്തിന് എത്രമാത്രം പവർ ഉണ്ട് അല്ലെങ്കിൽ അതിൽ എത്രമാത്രം യുക്തി ഉണ്ട് എന്നുള്ളത് കോടതി പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സംഘം പരിശോധിക്കുമ്പോൾ അത് വളരെ വീക്കായിട്ടാണ് അവർക്ക് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നും ഈ വിഷയത്തിൽ എവിടെയും എത്താതെ നിൽക്കുന്നത്. അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ ഇവിടെ വിവരിക്കാം. ഇത് മുല്ലപ്പെരിയാർ ഡാം. അപ്പൊ ഇതിൽ ജലം സംഭരിച്ച് തമിഴ്നാട് കൊണ്ടുപോകുന്നു. ഓക്കെ, 126 വർഷം പഴക്കമുള്ള ഈ ഡാം നിർമ്മിക്കുമ്പോൾ തന്നെ 2 പ്രാവശ്യം ഒലിച്ചു പോവുകയും ഒരുപാട് ജീവഹാനി നഷ്ടപ്പെടുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ ഡാം വന്നത്. ഈ ഡാം വരാനുള്ള മെയിൻ കാരണം ഈ പശ്ചിമഘട്ടത്തിന്റെ ഈ ഭാഗത്ത്, കേരളത്തിന്റെ ഭാഗത്തേക്ക് കൂടുതൽ മഴ ലഭിക്കുകയും വെള്ളപ്പൊക്കവും നിരന്തരം ആ ഒരു പ്രശ്നമാണ് കേരളം നേരിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ അപ്പുറം തമിഴ്നാട്ടിൽ വരണ്ട പ്രദേശമാണ്. അവിടെ 1800 ചില്ലറയിലെ ഒരു വലിയൊരു വരൾച്ച ഉണ്ടാവുകയും 1 കോടി ജനങ്ങൾ മരിക്കാനിടയായി. അപ്പൊ ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഈ ഡാമിനെ കുറിച്ച് ചിന്തിച്ചത്. അതായത് ഈ വെള്ളപ്പൊക്കത്തെ തടയാൻ അപ്പുറം വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പൊ ഒരു വെടിക്ക് 2 പക്ഷി എന്ന നിലയിലാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഡാം ഇപ്പൊ 150 വർഷം ആയുസ് പറഞ്ഞ ഈ ഡാം ഇപ്പോൾ 126 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ താഴ്ചയാണ്. ഈ താഴെ ജീവിക്കുന്ന ജനങ്ങൾക്ക് വളരെ ആശങ്കയുണ്ടാകും. കേരളത്തിന് വലിയൊരു ആപത്തും കൂടിയാണ് ഈ ഡാം. ഈ ഡാം പുതുക്കി പണിയണം എന്ന് പറഞ്ഞ് നമ്മൾ വാദിക്കുമ്പോൾ അത് കോടതിയിൽ പോലും പരാജയപ്പെടുന്ന ഒരു കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം ഇത് തന്നെ പൊളിച്ച് പണിയണമെങ്കിൽ നമുക്ക് ഈ വെള്ളം കെട്ടി നിർത്തേണ്ടതായിട്ടുണ്ട് ഈ പണിക്കായിട്ട്. അപ്പൊ ഇവിടേക്ക് കൂടെ നമ്മൾ വണ്ട് നിർമ്മിക്കേണ്ടി വരും. ഈ വണ്ട് നിർമ്മിക്കുമ്പോൾ ഒരുപാട് വർഷം വേണം ഈ ഡാം പൊളിച്ച് രണ്ടാമത് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വണ്ട് ചെയ്യുമ്പോൾ ഈ വണ്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഈ വണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ പണി നടന്നുകൊണ്ടിരിക്കെ വലിയ പ്രളയമോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ വണ്ട് ഒരിക്കലും നിൽക്കൂല. കാരണം ഒരിക്കലും ഈ ഒരു അണക്കെട്ട് ഡാമിന്റെ പവറിൽ വണ്ട് കെട്ടൂല. അപ്പൊ ഇത് പൊളിയുകയും ഇതൊക്കെ അടിച്ചു മാറ്റി വലിയൊരു ദുരന്തത്തിന് കാരണം, ഏത് നിമിഷവും കാരണം. അപ്പൊ നമുക്ക് ഇത് പൊളിച്ചുകൊണ്ട് ചെയ്യാമെന്നതിൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് ഒന്ന്. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഡാമിന്റെ ബാക്കിലേക്ക് ഏകദേശം 300 മീറ്റർ മാറിയിട്ട് പുതിയൊരു ഡാം നിർമ്മിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഡാമിന്റെ ഇവിടുന്ന് വരുന്നതോടും താഴ്ചയാണ്, വലിയ താഴ്ചയും വിസ്താരത്തിലും കൂടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പുതിയൊരു ഡാം നിർമ്മിക്കുന്നു. അപ്പൊ ഈ പുതിയൊരു ഡാം നിർമ്മിക്കുമ്പോൾ നോക്കിക്കോളൂ, ഇത് ഇന്നത്തെ മുല്ലപ്പെരിയാർ ചെറിയൊരു ഏരിയയാണ് കവർ ചെയ്യുന്നത്. അപ്പൊ താഴ്ചയിൽ വരുന്തോറും നമ്മൾ ചെയ്യേണ്ടത് ഭീമാകാരമായിട്ടുള്ള ഡാമിനെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്, പണി കഴിപ്പിക്കേണ്ടത്. അപ്പോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പണിയെടുക്കും, ഈ വെള്ളമൊക്കെ ഇവിടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ നിലവിൽ ഈ അണക്കെട്ടിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിന്റെ ഹൈറ്റ് കുറയുകയും തമിഴ്നാടിന് വെള്ളം ലഭ്യത കുറയുമെന്നൊരു ആശങ്ക അവർക്കുള്ളത് കൊണ്ട് തന്നെ ഈ ഡാം വരാൻ ഒരിക്കലും തമിഴ്നാട് വിടുകയില്ല. രണ്ടാമത് ഈ ആവശ്യം വരുന്നത് തന്നെ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ ആപത്ത്. കാരണം ഈ ഡാം പണിത് തന്നെ വിചാരിക്കാം നമുക്ക്. പക്ഷെ 10-50 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നിലവിലേക്കും ഇതൊരു ഭീഷണി നിൽക്കും. ഈ ഭീഷണി ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഇത്രയാണെങ്കിൽ നമ്മൾ രണ്ടാമത് പണിയുന്ന ഈ ഭീമാകാരൻ, അതായത് ഇതിനെക്കാട്ടി ഫോഴ്സിലാണ് ഇവിടെ വെള്ളം കെട്ടി അടിച്ചു വരുക. ഭയങ്കര താഴ്ചയാണ്. അപ്പോ ഈ ഭീമാകാരമായിട്ടുള്ള ഈ ഡാമിന്റെ ചുവട് നിന്ന് ജനങ്ങളുടെ അവസ്ഥ നോക്കുക. ഇത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇത്രയും വലിയൊരു സംഭവം പണി വെച്ച് നമ്മൾ അതിന്റെ കീഴിൽ ആദ്യം വസിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം. അതാണ് കോടതി മറ്റുള്ള കാര്യങ്ങളിലും കേരളം മനസ്സിലാക്കാണ്ട് പോയ ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ഇവിടുന്ന് മല തുറന്നൊരു ടണൽ നിർമ്മിച്ച് ഈ വെള്ളത്തെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കാമെന്ന് മുൻകാല മുല്ലപ്പെരിയാർ സമിതിയിലുണ്ടായ ഒരു PC റോയ് എന്നൊരാളാണ് ആദ്യമായിട്ട് ആവശ്യം ഉന്നയിക്കുന്നത്. അതിനുശേഷം അത് വലിയൊരു വിപ്ലവമാവുകയും അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി കേരള ജനങ്ങൾ ഒരുപാട് എതിർപ്പ് നേരിട്ട് ആയ ഒരു പാവ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആവശ്യമാണ് നമുക്ക് ഇത് കറക്റ്റായിട്ടുള്ളൊരു പോംവഴി. അപ്പോ ഈ ഒരു ഡാം ഒരു 50 വർഷം കഴിഞ്ഞാൽ ഇത് പൊളിച്ചു മാറ്റേണ്ടി വരും. അപ്പൊ ഇത്
ഭീഷണിയാകുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ഡാം ബാക്കിൽ പണിയോ നടക്കാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ ദിവസം അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡാം എന്ന കൺസെപ്റ്റ് വെച്ച് മുമ്പോട്ട് പോയാൽ. അപ്പൊ നമ്മൾ ഇതിന് ഡാമിന്റെ ഒരു പുതിയ ഡാം പണിയുകയല്ല വേണ്ടത്, എന്നേക്കുമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരം. അതായത് കേരളത്തിന് ഒരു ജീവഭീഷണി ഉണ്ടാകാൻ പാടില്ല, തമിഴ്നാട്ടിന് വെള്ളം കിട്ടുകയും വേണം. അതിന് ഏറ്റവും പോംവഴിയായിട്ടുള്ള സംഭവം നമുക്ക് ടണൽ എന്ന ആ ഒരു പ്രവർത്തനമാണ്. അതിന് രണ്ടാമത് മെട്രോമാൻ ശ്രീധരൻ സാറിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ ഏറ്റവും നല്ല പോംവഴി ടണൽ നിർമ്മിക്കുകയാണ്. അത് പറഞ്ഞാൽ വേഗത്തിലും ചെലവ് കുറഞ്ഞതുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് സത്യം. അല്ലാണ്ട് നമ്മളിപ്പോ ഇവിടെ ഒന്നും ഒരു സംഭവം നിൽക്കുന്നത് ഒരു ജലബോംബ്, അടുത്തത് അതിന്റെ എത്രയോ പവർ മടങ്ങുന്ന ജലബോംബിന് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പൊ ഈ കുറച്ചു കാലം ഇത് ഭീഷണിയാകുമ്പോൾ നമ്മൾ അതിനെക്കാട്ടി വലിയ ജലബോംബ് നിർമ്മിക്കും. ഇതൊരിക്കലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ല പുതിയ അണക്കെട്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടത് ഒരു ടണലിന്റെ പ്രവർത്തനമാണ്. നമുക്ക് അതിന് ഏറ്റവും നല്ല ആവശ്യം. മറ്റൊരു കാര്യം നോക്കാം, മുല്ലപ്പെരിയാർ ഡാം എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അതായത് പാറകൾ, കരിങ്കല്ല് കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കല്ല് കെട്ടുമ്പോൾ സിമെന്റ് ഉപയോഗിക്കുന്നതിന് ബദൽ അന്ന് സിമെന്റ് ഇല്ലാത്തത് കാരണം സുർക്കി അതുപോലെ ചുണ്ണാമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മിശ്രിതമാണ് സിമെന്റ് തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. സുർക്കി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കളിമണ്ണ് ചൂടാക്കി കിട്ടുന്ന ഇഷ്ടിക നമ്മൾ പൊടിച്ച പൊടിയും അതാണ് സുർക്കി പറയുന്നത്. ആ പൊടിയും അതിൻ്റെ പൗഡർ രൂപത്തിലുള്ള പൊടിയും ചുണ്ണാമ്പ് മിക്സ് ആക്കിയിട്ടുള്ള ആ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പവറിൽ കിട്ടുന്ന ഒരു ചാന്ത് പോലുള്ള സംഭവമാണ് സുർക്കി. അപ്പോൾ ആ ഒരു മിശ്രിതമാണ് ഈ കരിങ്കല്ലിൻ്റെ ഗ്യാപ്പ് അടക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എങ്ങനെ കെട്ടിയിട്ടുള്ളത് വെച്ചാൽ ഇത് നമ്മുടെ ഡാമിൻ്റെ ഒരു രൂപമാണ്, ഒരു സൈഡ് വ്യൂ. ഏകദേശം നമുക്കൊരു സൈഡ് വ്യൂ അല്ലെങ്കിൽ നമുക്ക് സെക്ഷൻ എന്ന് പറയാം. അത് നോക്കാം. അതായത് ഡാമിൻ്റെ ടോപ്പ് ഭാഗം ഇത് അടിഭാഗം. ഈ അടിഭാഗത്ത് ഒരു 45 മീറ്റർ നീളത്തിലാണ് ഇതിൻ്റെ അടിവാരം ഇങ്ങനെ നിലകൊള്ളുന്നത്. അവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്ക് ഒരു 53.6 മീറ്റർ ഉയരമുണ്ട് ഇതിന്. പിന്നെ അതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒരു 3.6 ഒരു 12 അടി നീളമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മളെ നിലനിൽക്കുന്നത്. ഈ ക്രോസ് ചെയ്ത ഭാഗം ഒഴിഞ്ഞ ഭാഗവും ഈ ലംബമായി നിൽക്കുന്ന ഭാഗത്ത് ഇവിടെയാണ് നമ്മുടെ വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിത് കെട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓരോ തറകളായിട്ട് കരിങ്കൽ ചേർത്ത് വെച്ച് ഇതിനെ സുർക്കി മിശ്രിതം ഫില്ല് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഇത് കെട്ടി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോ തറകളായി കെട്ടും. ഇതൊക്കെ കരിങ്കല്ലുകളാണ്. ഇതിനെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സുർക്കി മിശ്രിതം മിക്സ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇവിടുന്ന് ചെരിച്ച് ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെരിച്ച് കൊണ്ടുവരുത്തുന്ന ഇവിടെയൊക്കെ കല്ല് വെച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യും. അതായത് ഈ വെള്ളത്തിന്റെ പ്രഷർ ഇങ്ങോട്ട് ഇതിനെ തള്ളുമ്പോൾ അങ്ങോട്ടൊരു പ്രഷർ തള്ളി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം. ഈ കല്ല് ചെരിച്ച് ഇതിലേക്ക് ഒരു പവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ഇതൊക്കെ ബലപ്പെടുത്തിയിരിക്കുന്നത്, കല്ല് തമ്മിൽ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും ഏരിയ, ഈ ചെരിഞ്ഞ ഏരിയ അതിന് അങ്ങോട്ട് ഫോഴ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തിന്റെ ഫോഴ്സ് ഇങ്ങോട്ട് ഇതിനെ തള്ളുന്നതിന് അങ്ങോട്ട് തിരിച്ചൊരു ഫോഴ്സാണ് ഈ ഒരു സംഭവം, ഈ ഒരു ഏരിയ. അപ്പോൾ തമിഴ്നാട് ഒരു 10-20 വർഷമായിട്ട് ഈ പഴയ ഡാമിനെ
പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പുതുക്കി പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തത് ഈ വെള്ളത്തിൻ്റെ ഭാഗത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ ഈ ഏരിയയുടെ പുറത്തേക്കൂടെ അവർ വലിയ തോതിൽ കോൺക്രീറ്റ് കമ്പിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വലിയൊരു കോൺക്രീറ്റ് ചെയ്തിട്ട് ടൺ കണക്കിന് കോൺക്രീറ്റ് ഇറക്കിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങളിലെ പ്രയത്നമാണ്. ഇത്രയും അവർ ചെയ്തിട്ട് ഒരുപാട് പൈസ അവർക്ക് ഇന്ന് ഇതിലേക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ടോപ്പ്, ഈ ടോപ്പ് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ നീളം, വീടിന് അങ്ങോട്ട് നീളം, ആ നീളം ഇവിടെ കൊടുക്കുക. ഏകദേശം 365.7 മീറ്റർ നീളമാണ് ഇതിൻ്റെ മേൽഭാഗത്തിൻ്റെ നീളം. അപ്പോൾ അവർ രണ്ടാമത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഹോൾസ് അടിച്ചു. അതായത് ഇവിടെ നിന്നൊരു ഹോൾസ് അടി, ഇത് താഴേക്ക് കാണിക്കുക, ഇത് ടോപ്പ്, ഇങ്ങനെ അടുത്തടുത്ത് ഒരു ഹോൾസ് അടിച്ച് അതിലേക്ക് കൂടെ കമ്പി ഇറക്കി പറഞ്ഞാൽ നമ്മൾ സാധാരണ കമ്പിക്ക് ലെങ്ത്ത് ഇത്ര ഉണ്ടാവില്ല. അതുകൊണ്ട് കേബിളായിട്ടുള്ള കമ്പി ഉണ്ട്. നമ്മളിപ്പം ലൈനിൽ ഉപയോഗിക്കുന്ന അലുമിനിയം കമ്പിയാണെന്നില്ലേ റോളിംഗ് ആയിട്ട് വരുന്നത്, അതുപോലെ അതിനെക്കാട്ടും ബലമായിട്ട് നമ്മുടെ സാധാ കമ്പിയുണ്ട്. ആ കമ്പിയാണ് കേബിളായിട്ട് ആ സാധനം ഇതിലേക്ക് ഇറക്കുമ്പോൾ ഇവിടെ ഹോൾസ് അടിച്ച്, ഇവിടെ ആ ടോപ്പിൽ ഹോൾസ് അടിക്കുന്നത്, അവിടെ ഹോൾസ് അടിച്ച് ഈ ഡാമിൽ നിന്നും ഒരു 10 മീറ്റർ താഴ്ചയും കൂടെ ഹോൾസ് അടിച്ചിട്ട് അതിലൂടെ കമ്പി ഇറക്കിയിട്ട് അതിലൂടെ സിമെൻറ്റ് ഗ്രൗട്ട് അവർ ആഡ് ചെയ്തു. ആ ഗ്രൗട്ട് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയ്ക്കുള്ള സുർക്കി മിശ്രം ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സുർക്കി മിശ്രിതം നഷ്ടപ്പെടുത്ത ഉള്ളിലേക്ക് ഇതിൽ കൂടെ ഇറക്കുന്ന സമയത്ത് കമ്പി ഇങ്ങനെ ഇവിടെ പോയി, അപ്പോൾ ഈ ഗ്രൗട്ട് ഇതിൽ വയ്ക്കുമ്പോൾ ഇതിൽ ഇറങ്ങി ഈ ഭാഗത്തേക്കുള്ള ഇത് ഫില്ലാവും. ഈ സുർക്കി മിശ്രിതം പോയ ഭാഗത്തേക്കല്ല ഇത് ഫില്ലായിട്ട് അങ്ങനെ ഒരു ബലം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഈ കേബിൾ കമ്പി അടിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യകാലത്ത് ചെയ്യാൻ പേടിയായിരുന്നു. ബലമില്ലാത്ത ഒരുപാട് പഴക്കം ചെന്ന ഈ ഡാമിന് ഈ ഒരു ഡ്രില്ലിങ് ചെയ്യുമ്പോൾ പാറ തുറന്നിട്ട് വേണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പൊളിയോ എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് ചെറിയ ഹോൾസെയിലിട്ടിട്ട് അവർ ചെയ്തിട്ട് തൽക്കാലം ഗ്രൗട്ടിനെ ഇവിടെ എത്തിക്കുകയും രണ്ടാമത് ഈ സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനെക്കാട്ടി പ്രഷർ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു തൂണ് പോലെ ഏകദേശം ചെറിയ രീതിയിൽ തടഞ്ഞു നിർത്താമെന്നില്ല ഒരു ഇതിലായിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. രണ്ടാമത് അപ്പോൾ ഇവർ ഇത്രയും ഏരിയ കോൺക്രീറ്റ് ഇവിടെ വലിയൊരു അളവിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് തള്ളിപ്പിടിക്കുന്ന രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തമിഴ്നാട് ഇപ്പം നമുക്ക് ഇത് വെള്ളം അളവ് കുറക്കുമ്പോൾ പ്രശ്നമാക്കുന്ന കണ്ടില്ലേ. അതിന് മെയിനായിട്ടൊരു കാരണം എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് വരുന്ന ഫോഴ്സിനെ പ്രതിരോധിക്കുന്ന ഫോഴ്സിന് അങ്ങോട്ട് നല്ലോണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം അളവ് അടി കുറയുന്ന സമയത്ത് ഇത് ഇത്രയില്ല വെള്ളം ഇവിടെ എത്തിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഫോഴ്സ് കുറയുമ്പോൾ ഈ ഫോഴ്സ് അങ്ങോട്ട് അധികമായിട്ട് ഇത് എങ്ങനെയും പഴകിയ ഡാമാണ്, ഇത് മറ്റൊരു തരത്തിൽ അപകടം വരുമോ എന്നുള്ള ഒരു പേടി കൂടെ കാരണമാണ് അത് പറയാതെയാണ് അവർ ഒന്നാമത് ഈ വെള്ളത്തിൻ്റെ അളവ് കുറക്കാൻ വിടാണ്ട് ഇതേ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ പറയുന്നത്. രണ്ടാമത് ഇതൊരു കോൺക്രീറ്റ് സ്ട്രക്ചറാണെങ്കിൽ ഇതിൻ്റെ കാലപ്പഴക്കം വന്ന് പണ്ടേ പൊളിഞ്ഞു പോകുമായിരുന്നു. കാരണം ഇതിൻ്റെ കമ്പി ദ്രവിക്കും, മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന് ബലവും കിട്ടില്ല. പക്ഷേ ഇത് നാച്ചുറലായിട്ട് നമ്മുടെ കരിങ്കല്ലായതുകൊണ്ട് സുർക്കി മിശ്രിതം നഷ്ടപ്പെട്ടാലും ഈ സാധനം ഒന്ന് ഇരുന്നിട്ട് ഈ ഗ്യാപ്പിലേക്ക് കരിങ്കല്ല് കണിഞ്ഞായിട്ടും ഇതിന് പൊതുവേ ഒരു ബലം ഉണ്ടാവും. ആ ബലത്തിൻ്റെ പേരിലാണ് നമ്മുടെ ഈ ഡാം ഇത്രയും കാലം നിന്നത്. മറ്റൊരു സ്ട്രക്ചറാണ് ഇത് പണ്ടേ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ കരിങ്കല്ല് എത്ര കഴിഞ്ഞാൽ ഒന്നും ആവില്ല, അത് കണിഞ്ഞ് നിൽക്കും. പിന്നെ ആ ഗ്യാപ്പിലെ സുർക്കി പോയതുകൊണ്ട് ഗ്യാപ്പിലെ വെള്ളം ചാടി ലീക്കായിട്ട് ചെറിയൊരു ലീക്ക് വരും, പുറത്തേക്ക് ലീക്ക് ഉണ്ടാകും ചെറിയ രീതിയിൽ. പക്ഷേ വലിയൊരു ലീക്ക് ഉണ്ടാക്കുന്ന ഏരിയ വന്നു കഴിഞ്ഞാലാണ് അത് കോൺക്രീറ്റ് പാളി പോലത്തെ സംഭവം ആവുന്നെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഒരു ഏരിയ ആണെങ്കിൽ കമ്പി നഷ്ടപ്പെട്ടാൽ ജില്ലയും സിമെൻറ്റും കൂടെ അടർന്നു പോകുമ്പോൾ വലിയ ഏരിയ വരും. ആ ഏരിയ തള്ളി നമുക്ക് വെള്ളത്തിനെ കൊണ്ടുവന്നിട്ട് ഈ ഡാം പൊട്ടിച്ചിടാൻ പറ്റും. രണ്ടാമത് ഈ ഒരു കരിങ്കല്ല് മാത്രമായിരുന്നു. കരിങ്കല്ലിപ്പം ഇതിൻ്റെ വെയിറ്റിലാണ്, ഈ ഇത്തിരി കരിങ്കല്ലിൻ്റെ വെയിറ്റിലാണ് ഈ വെള്ളത്തിൽ ഇതിനെ മറിച്ചിടാൻ പറ്റാത്തത്. ആ ഒരു വെയിറ്റ് ഒന്നുകൂടി ഇരിക്കും. ഈ സുറുക്കി പോകുമ്പോൾ ഇത് ചെറിയ രീതിയിൽ വേണം ഒന്ന് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. ഇരിക്കുന്ന സമയത്ത് ഇത് ഒന്ന് കണിയും. അല്ലാതെ ഒരു പെട്ടെന്ന് ഇത് തള്ളി നാളെ തന്നെ കേരള ജനങ്ങൾ മരിക്കുന്നില്ലത് ഒരു തെറ്റായിട്ടുള്ള വിശ്വാസമാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അവർ ഒരുപാട് പൈസ ചെലവിട്ടിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞാൽ അവർക്ക് ഒരു വർഷത്തേക്ക് ഈ മുല്ലപ്പെരിയാർ ജലം ഉപയോഗിച്ച് കൃഷിയും ഈ ജലവൈദ്യുതിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കൊരു 700 കോടി രൂപയുടെ വരുമാനം ഒരു വർഷത്തേക്ക് ആ സ്റ്റേറ്റിനുണ്ട്. അപ്പോൾ അവരൊരിക്കലും ഈ ഡാമോ ഈ സംഭവം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല. ഈ 4 വരുമാനം കേരളത്തിന് ഒരു വർഷം 10 ലക്ഷം രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പം ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് 53.3 മീറ്ററും 60 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ ഇതിൻ്റെ നീളം, ഈ ഡാമിൻ്റെ നീളം 365 മീറ്ററാണ്. ആ 365 മീറ്റർ ഇതിലത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുതിയൊരു അണകെട്ട് അല്ലെങ്കിൽ ഏകദേശം അത് അങ്ങ് ഈ 365-നെക്കാട്ട് എത്രയോ നീളത്തിൽ കൂടും. അത് ഇതിനെക്കാട്ടും ഡേഞ്ചർ, വലിയ അപകടം വരുത്തും ഭാവിയിൽ. അപ്പോൾ നമുക്ക് ഇനി നിലവിലുള്ള സ്ട്രക്ചർ ഇങ്ങനെയാണ്. അവർ പുതുക്കി പണിതതെന്ന് പറയുന്ന കാര്യം ഇതാണ്. ഈ ഹോൾസ് അടിച്ചു ടോപ്പിൽ, അതിൽ കൂടെ കേബിൾ ഇറക്കി, അതിൽ കൂടെ സിമെന്റ് ഗ്രൗട്ട് ഇറക്കി, അത് ഇതിൻ്റെ ഉള്ളിലേക്കുള്ളിൽ വ്യാപിച്ചു ഈ ഗ്യാപ്പിലേക്കുള്ളിൽ വ്യാപിച്ചിട്ട് ഒരു പണി അവർ നടത്തി. രണ്ടാമത് നേരെ മറിച്ച് ഈ പുറം ഭാഗത്തും വലിയൊരു കോൺക്രീറ്റ്, ഇതൊക്കെ ഒരു 10-15 വർഷം മുന്നേ നടന്ന സംഭവമാണ്. അതിപ്പം 10-20 വർഷത്തിന് മേലെ ചെയ്ത സംഭവമാണ് ഈ പുതുക്കി പണിതത്. അതിന് ശേഷം ഇപ്പം അതിന് കാലപ്പഴക്കം വന്നു ഒരുപാട്. എങ്ങനെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സുരക്ഷിതത്വമല്ല നമ്മുടെ ഈ മുല്ലപ്പെരിയാർ. അപ്പോൾ അതിന് ഏറ്റവും വലിയ പോംവഴി പുതിയ അണ കെട്ടുക എന്നുള്ളതുമല്ല. അതിന് ഏറ്റവും നല്ല പോംവഴി ടണലുണ്ടാക്കി വെള്ളം കൊണ്ടുപോവുക. അതാണ് രണ്ട് സംസ്ഥാനത്തിനും പറ്റുന്ന ഏറ്റവും നല്ല ഉപായം. അത് തമിഴ്നാട് സർക്കാർ അന്നേ ഓക്കെ ആയതാണ്. കേരളത്തിൻ്റെ ഇത് മുന്നോട്ട് വെച്ച നമ്മുടെ അധികാരികളെ കേരള ജനങ്ങൾ മറ്റും എതിർത്ത് ഒരു സൈഡാക്കി വെച്ചിട്ടുള്ളത്. ഇതൊരിക്കലും ഞാൻ പറഞ്ഞില്ലേ, അണ കെട്ടിക്കഴിഞ്ഞാൽ അടുത്താണ് അതിനെക്കാട്ടും വലിയ ദുരന്തം വരും. അപ്പോൾ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന സംഭവം ടണൽ നിർമ്മിച്ചിട്ട് അതിലൂടെ എത്രയും പെട്ടെന്ന് സുരക്ഷിതത്വമാക്കുക കേരളത്തിനാണെന്നുള്ളതാണ്. അതെല്ലാവരും ഒന്ന് ബോധവാന്മാരായിട്ട് അതിന് വേണ്ടി കൂടെ ഈ അണ കെട്ടുക എന്ന് പറയുന്ന ബദൽ ആ ഒരു ടണൽ കെട്ടുമ്പം സുപ്രീം കോടതി പറഞ്ഞത് അതിന് കംപ്ലീറ്റ് ചെലവ് എടുക്കേണ്ടത് തമിഴ്നാടാണ്. കേരളത്തിൽ ഒരു ഉപ്പയോ കൊടുക്കണ്ട. അപ്പോൾ അത് ഏറ്റവും നല്ല സൗകര്യം, ഈ ഭീഷണി കുറയും. പിന്നെ നമ്മൾ പുതിയ ഡാം കെട്ടുന്നതിന് കംപ്ലീറ്റ് A to Z പണം കേരളം കണ്ടെത്തണം. അപ്പോൾ ഇത് അപകടമാണ്. ടണൽ ഉപയോഗിച്ചിട്ടാണ് വെള്ളം കൊണ്ടുപോകാൻ ഏറ്റവും നല്ല മാർഗം. ഇനി ഏറ്റവും പോംവഴി അതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക.